ഷിരൂരിൽ രക്ഷാദൗത്യം രാവിലെ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് വെച്ചാൽ രക്ഷാദൗത്യം തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അവിടേക്ക് അല്പസമയം മുമ്പാണ് വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന നാവികസേനയുടെ സംഘം കടന്നുപോയത്. അവരാണ് നമുക്ക് ഈ രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൈമാറേണ്ടുന്നത്. അവരുടെ ദൗത്യമാണ് രാവിലെ തുടങ്ങേണ്ടത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ദൗത്യ മേഖലയിൽ ആഴത്തിൽ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തി ഈ അർജുൻ ഓടിച്ച ട്രക്കിൻ്റെ ക്യാബിൻ പരിശോധിച്ച് അവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷാനിർഭരമായ വിവരങ്ങൾ തരേണ്ടത് നേരത്തെ നമ്മൾക്ക് മുന്നിലൂടെ കടന്നുപോയ നാവികസേന സംഘമാണ്. അവരുടെ ദൗത്യം തുടങ്ങാൻ പറ്റുന്ന തരത്തിലേക്ക് പുഴയിലെ സാഹചര്യങ്ങൾ ഒരുങ്ങണം, കാലാവസ്ഥ മെച്ചമാകണം. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ആ പരിശോധനയുണ്ടാകും. കാലാവസ്ഥ കുറച്ച് മോശമായാലും വലിയ ബോട്ടുകൾ അവിടെ എത്തിച്ച് ആ പരിശോധന, ആ തെരച്ചിൽ, ആ നടപടി രാവിലെ തന്നെ ഉണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആർമി കരസേനയുടെ യൂണിറ്റുകൾ അവിടെ സജ്ജമാണ്. ഒരു പ്ലാറ്റ്ഫോം അവിടെ ഒരുക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സംഗതികളും എത്തിച്ചിട്ടുണ്ട്. വലിയ ക്രെയിനുകൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്ത് അവിടേക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിൽ വളരെ ഒരു വഴി ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഇതുവരെ നമ്മൾ 10ാം ദിവസം ഉച്ചയോടുകൂടി ആ സുപ്രധാന ദൗത്യം അതിലൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. വീണ്ടും നമ്മളുടെ ടീം അവിടെ തുടരുന്നു. ഷിരൂരിൽ ഹാഷ്മി, ശ്രീകാന്ത്, ഷഫീദ്, അരുൺ പൂപ്പറമ്പ്, അരുൺ പാടക്കലൊക്കെ ഉണ്ട്. എല്ലാവരും വിവരങ്ങൾ തരാൻ സജ്ജരായി നിൽക്കുകയാണ്. ഷഫീദ് റാവുത്തറിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഇടവേള കഴിയുമ്പോൾ. ഷഫീദ്, എന്താണ് പുതിയ വിവരങ്ങൾ? നാവികസേനാംഗങ്ങൾക്ക് അവിടേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അവരുടെ വലിയ വാഹനം കണ്ടിരുന്നു. അവരുടെ ദൗത്യമാണല്ലോ ആദ്യം തുടങ്ങേണ്ടത്. അതിന് തക്കമായ തരത്തിൽ, അതിന് അനുകൂലമായ തരത്തിൽ കാലാവസ്ഥ മാറിയിട്ടുണ്ടോ? പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ ഷഫീദ്? വിജയകുമാർ, നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, നമുക്ക് ഈ ഡ്രോൺ പരിശോധന നടത്തണമെങ്കിൽ ആ ഡ്രോൺ ബാറ്ററി രാജധാനി എക്സ്പ്രസ്സിൽ 9:45 എത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. മഞ്ചേശ്വരം MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയാണ്. ഇപ്പോൾ നമുക്കൊരു ലോങ് വിഷ്വൽ കാണാൻ സാധിക്കും. ആ വിഷ്വലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ നാവികസേനാ ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരവിടെ ഇനി എന്ത് തിരച്ചിൽ നടത്തണം? ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് മാന്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രക്ക് ഉണ്ട് എന്ന് കരുതുന്ന ഭാഗത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ആ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയാണ് അവിടെ എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന കാര്യം. ഏതായാലും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ, ഒരു നീക്കം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ പരിശോധനകൾ നടക്കുകയാണ് എന്നുള്ളത് ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തുണ്ട്. മാത്രമല്ല ഇനി ഈ രാജധാനി എക്സ്പ്രസ്സിൽ ഡ്രോൺ എത്തണം. ഡ്രോൺ എത്തിയ ശേഷം മാത്രമായിരിക്കും നമുക്ക് ഈ മറ്റ് പരിശോധനാ നടപടികളിലേക്ക് കടക്കാൻ കഴിയുക എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വിജയകുമാർ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് സൂചിപ്പിച്ചതുപോലെ ആ ഡ്രോൺ പരിശോധനയ്ക്ക് അതിൻ്റെ ബാറ്ററി എത്തേണ്ടതുണ്ട്. റെയിൽ മാർഗം രാജധാനി എക്സ്പ്രസ്സിലാണ് അത് എത്തുന്നത്. കൊങ്കൺ കാർവാറൽ സ്റ്റേഷനിൽ അത് എത്തും. അതിനുശേഷം 9:30 കഴിയുമ്പോഴായിരിക്കും അത് അവിടെ എത്തുക. ഏതാണ്ട് ഒരു 2 മണിയൊക്കെ ആകും ആ ഡ്രോൺ പരിശോധനയ്ക്ക് എന്ന് ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു സ്ഥിരീകരിച്ച വിവരമാണ് എന്ന് കരുതാൻ കഴിയില്ല. എന്തായാലും ആ ഡ്രോൺ പരിശോധന ഇന്ന് തന്നെ നടക്കും. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നടക്കും. മഞ്ചേശ്വരം MLA ഉൾപ്പെടെയുള്ള സംഘം റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അതവർ സ്വീകരിച്ച് അതിൽ അവിടെ നിന്ന് ഏറ്റുവാങ്ങി ഈ ദൗത്യ മേഖലയിലേക്ക് കൊണ്ടുവരും. ഒരു 11 മണിയോടെ ഡ്രോൺ പരിശോധന തുടങ്ങാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ സംഘം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഫീദ് ആ വാർത്തയുടെ വിവരങ്ങളാണ് നൽകിയത്. ഹാഷ്മിയും തുടരുന്നുണ്ട്. നേരത്തെ ഹാഷ്മി നിന്ന ആ പ്രധാന വഴിയിലൂടെയാണ് നാവികസേനാ സംഘം അവിടേക്ക് പോയത്. ഇന്നലെ 18 അംഗ സംഘമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് കുറെ കൂടി ആളുകൾ വിദഗ്ധർ ആ സംഘത്തിൽ ചേർന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അവരുടെ ദൗത്യമാണ് തുടങ്ങേണ്ടത്. കാലാവസ്ഥ എത്രത്തോളം അനുകൂലമാണ്? മഴയ്ക്ക് അതുപോലെ കാറ്റിനും ഒരു ശമനമുണ്ടോ അവിടെ? വിജയകുമാർ, എൻ്റെ മനസ്സിലാക്കൽ നാവികസേനയുടെ ഓൾറെഡി ഒരു ടീം അകത്തുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള അഡീഷണൽ ടീമാണ് ഈ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തോന്നാനുള്ള കാരണം നാവികസേനയുടെ പ്രധാന സംഘമാണെങ്കിൽ അവർ ആദ്യം തന്നെ സാധാരണ നമ്മൾ ഈ ദിവസത്തെ അനുഭവം വെച്ചിട്ട് രാവിലെ തന്നെ പോകാറുണ്ട്. ഇന്നലെയുള്ള ദൗത്യ സംഘം അവിടെ തന്നെ ഏതോ സത്യത്തിൽ അവിടെ ഉണ്ട് എന്ന് ഞാൻ അറിയാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ സേനാംഗങ്ങൾ, കൂടുതൽ ഡിങ്കി ബോട്ട്, കൂടുതൽ വലിയ ബ്ലാക്ക് ബോട്ടുകൾ
കൂടുതൽ സജ്ജീകരണങ്ങൾ അകത്തേക്ക് പോകുന്നുവെങ്കിൽ ഈ പറയുന്ന മട്ടിൽ കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിക്കുന്ന ഇന്നലെ തന്നെ വലിയ ബോട്ടുകാർക്ക് ആലോചന ഉണ്ടായിരുന്നല്ലോ വിജയകുമാർ. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അല്ലെങ്കിൽ കാലാവസ്ഥ ദുഷ്കരമാവുന്നതിന് അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള എന്തോ ചില പ്ലാനുകൾ അകത്തുണ്ടാകുന്നുണ്ട്. പ്രധാനപ്പെട്ട യോഗങ്ങൾ വിജയകുമാർ അകത്ത് നടക്കുകയാണ്. രാവിലെ 7 മണി ഒരു 6:45 കൂടി തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള യോഗം തുടങ്ങിയിരുന്നു. അത് അല്പസമയം മുൻപാണ് പൂർത്തിയായത്. ആ യോഗത്തിൽ ദൗത്യ സംഘ തലവൻ രക്ഷാസേനാ പ്രവർത്തകർ വിദഗ്ധോപദേശം തേടേണ്ടതിന് ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവിടെ ഉണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ഈ റിസ്കലാനറ്റ് എന്ന് പറയുന്ന ഈ പുഴയിലെ നീരൊഴുക്ക് കുത്തൊഴുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി അറിയുക എന്ന ആലോചനയിലേക്ക് ആ യോഗം പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പുതിയ മാസ്റ്റർ പ്ലാൻ ആ യോഗത്തിൽ തയ്യാറായത് നമുക്ക് പക്ഷേ എപ്പോഴും വ്യക്തമല്ല. പക്ഷേ അല്പസമയം മുൻപാണ് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് എം എൽ എയും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേലും അകത്തേക്ക് പോയത്. നമ്മളോട് ആ സമയത്ത് പെരുമഴയായിരുന്നു, അവർ പുറത്തേക്ക് ഇറങ്ങി വിശദമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും മഞ്ചേശ്വരം എം എൽ എ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് കാലാവസ്ഥ എത്ര പ്രതികൂലമാണെങ്കിൽ കൂടിയും ഈ ദൗത്യമായി മുന്നോട്ടേക്കാണ് എന്ന് എം എൽ എ പറയുന്നു. എം എൽ എക്ക് ഈ കാര്യങ്ങളുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവെക്കൽ പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകും. എങ്കിൽ കൂടിയും എം എൽ എ അങ്ങനെ പറയുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പുഴയുടെ അടിത്തട്ടിൽ കനത്ത ഒഴുക്കാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ഗംഗാവലി പുഴയിലെ അടിത്തട്ടിലെ ഒഴുക്ക് അങ്ങനെ കുറയുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല വിജയകുമാർ. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ സാഹചര്യം. ആ അടിയൊഴുക്ക് കുറയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അല്ലെങ്കിൽ അത്രത്തോളം വെള്ളം ഇപ്പോഴും ആ മലമേഖലകളിൽ നിന്ന് ഗംഗാവലി പുഴയിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. ഇന്നലെ രാത്രിയും ഞാൻ കരുതിയത് ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തിരുന്നില്ല, അത് കാരണം ഒരുപക്ഷെ മലയോര മേഖലകളിൽ മഴ ഉണ്ടാവുന്നില്ല എന്ന് അനുമാനിച്ചിരുന്നു. പക്ഷേ ആ ഒളവറ ഗ്രാമത്തിലുള്ള 1-2 പ്രാദേശിക മാധ്യമപ്രവർത്തകരോട് നമുക്ക് അറിയാവുന്ന കന്നഡയിൽ, ഇവിടെ വന്ന് പഠിച്ച കന്നഡയിൽ ചോദിക്കുമ്പോൾ ആ മേഖലയിൽ ഗ്രാമത്തിൽ ആ മേഖലകളിൽ രാത്രിയും ഭീകര മഴയല്ലായിരുന്നു, പക്ഷേ അത്യാവശ്യം മഴ പെയ്തു എന്ന പ്രാദേശിക മാധ്യമപ്രവർത്തകർ നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ഇപ്പോഴൊന്നും കുറയില്ല. അപ്പോൾ അത് പൂർണ്ണമായി കുറയാൻ വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ബി പ്ലാനിലേക്ക് ആലോചന കാര്യങ്ങൾ പോകുന്നു. നമുക്കറിയാം വിജയകുമാർ, നമ്മുടെ നാവികസേന അതിനൊക്കെ സജ്ജരാണ്. ഇതിനേക്കാൾ കൊടിയ കാലാവസ്ഥ ദുഷ്കര സാഹചര്യങ്ങളിൽ ജോലിയെടുത്തിട്ടുള്ള അവർക്ക് ഇതൊക്കെ ആ പ്ലാൻ ഒന്ന് സജ്ജമാകുന്ന ആ നിർദ്ദേശം കിട്ടുന്നതിന് കാലതാമസമേ ഉള്ളൂ. ഇപ്പോൾ പോയ സംഘം നേവിയുടെ കുറച്ചുകൂടി എക്സ്പെർട്ട് സംഘമാണെന്ന് ഞാൻ അറിയാൻ കഴിയുന്നു വിജയകുമാർ. അവരുടെ ഇപ്പോൾ പോയ ബോട്ട് കുറച്ചുകൂടി വിദഗ്ധമായ രീതിയിൽ പോകാൻ കഴിയുന്ന കീറിമുറിച്ച് പോകാൻ കഴിയുന്ന ഒരു ഡിങ്കി ബോട്ട് ടൈപ്പ് ബോട്ടാണ് ഇപ്പോൾ അവരുടെ കൂടെ പോയത് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഒരു സംഘം അവിടെ ഏത് സമയം 7 മണിയോടുകൂടി തന്നെ അങ്ങോട്ടേക്ക് എത്തിയതാണ്. ഈ സംഘങ്ങളൊക്കെ അവിടെ കാര്യങ്ങൾ വിലയിരുത്തിയതാണ്. എന്ന് പറഞ്ഞാൽ ഈ പുഴയുടെ അടിയൊഴുക്ക് ഒരു നാവികസേന ഡൈവർക്ക് അതിനുള്ളിലേക്ക് ജമ്പ് ചെയ്താൽ അദ്ദേഹത്തിന്റെ ജീവന് പ്രശ്നമുണ്ടാകില്ല ഉള്ള ആ മാർക്കിൽ, ഒരു മിനിമൽ മാർക്കിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ ജമ്പ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. നേരത്തെ എം എൽ എ പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ വൈഷ്ണവി IAS എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി തല അഡീഷണൽ സെക്രട്ടറി തല ഉദ്യോഗസ്ഥ ഈ ഇന്നത്തെ കാര്യങ്ങളുടെ സമ്പൂർണ്ണ ഏകോപനം മുഖ്യമന്ത്രി നേരിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെയും ഇവിടെ അതിന് പുറത്തുള്ള കാര്യങ്ങൾ നിയോഗിക്കാൻ വേണ്ടി ഏകോപിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കർശനമായ നിയന്ത്രണമാണ് വിജയകുമാർ. ഇന്നിപ്പോൾ രാവിലെയൊക്കെ വലിയ പോലീസ് സന്നാഹം ഇവിടെ കാണുന്നുണ്ടായിരുന്നു. ഒരു മാധ്യമപ്രവർത്തകരെയും ആരെയും അകത്തെ കയറ്റിവിടുന്നില്ല. ഈ റോഡ് തുറന്ന് കുറച്ച് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മണ്ണ് മാറ്റി ഇവിടെ 100 കണക്കിന് ട്രക്കുകൾ, ടാങ്കർ ലോറികൾ ഉണ്ടായിരുന്നു. കുറച്ച് വാഹനങ്ങളെയൊക്കെ ഇവിടെ അകത്തേക്ക് കടത്തി വിട്ടിരുന്നു ഇന്നലെ രാത്രിയൊക്കെ. ഇന്ന് രാവിലെ ഈ ഓപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം വീണ്ടും ബാരിക്കേഡ് വെച്ച് അടച്ചുകൊണ്ട് കൂടുതൽ പോലീസ് സന്നാഹങ്ങളെ നിയോഗിക്കുന്നു. മാത്രമല്ല നേരത്തെയൊക്കെ പുഴയുടെ മറുകരയിലൊക്കെ നമുക്ക് നിൽക്കാമായിരുന്നു, അവിടെ ദൃശ്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. ഇന്ന് പുഴയുടെ മറുകരയിലൊക്കെ പോലീസിന്റെ വലിയ സന്നാഹങ്ങളുണ്ട്. അവിടെ നിൽക്കുന്നവരൊക്കെ മാറ്റുകയാണ്. ഒളവറ ഗ്രാമത്തിലെ ആളുകളെ വീട് നഷ്ടപ്പെട്ട നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങളെ കണ്ടതാണ് വിജയകുമാർ. ഈ നദി അങ്ങോട്ട് കയറി നക്കിയെടുത്ത മട്ടിൽ കുറേയധികം വീടുകൾ പോയി. വീടില്ലാത്ത പരമസാധുകരെ നമ്മളവിടെ കണ്ടതാണ്. അവർ ഈ റെയിൻകോട്ടൊക്കെ ഇട്ട് വളരെ പതറ്റിക് അവസ്ഥയാണ് വിജയകുമാർ. അതിപ്പോൾ പറയേണ്ട സമയമല്ലെങ്കിൽ കൂടിയും അവരെയൊക്കെ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റുകയാണ്. മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായി മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ആ തീരത്തെവിടെയും മാധ്യമ ക്യാമറകൾ കാണരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയിൽ പോലീസ് റോന്തു വിറ്റുകയാണ്. എന്തുകൊണ്ടാണ് അത്ര കണ്ട് മാധ്യമങ്ങൾക്ക് ആ മേഖലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് നദിയുടെ മറുകരയിലെ ആ പാലത്തിൽ നിന്ന് വിഷ്വലൊക്കെ എടുത്താൽ ഏതെങ്കിലും തരത്തിൽ ഈ ദൗത്യത്തിന് തടസ്സമാവുന്നതല്ല. ഇന്നലെ പറഞ്ഞ സിഗ്നലുകളെ ബാധിക്കുമെന്നാണ്. എന്താ കാരണമെന്നറിയില്ല. അവിടെ നിന്നൊക്കെ ആളുകൾ ഒഴിപ്പിക്കുന്നത് എന്ത് കാരണവുമായിക്കോട്ടെ വിജയകുമാർ, ആ ദൃശ്യങ്ങൾ ഞാൻ ഊഹിക്കുന്നത് ഇത് 10ാം നാളാണ്
നടക്കുന്നത്. നമ്മുടെ ആ ലോറിക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ട്, അർജുൻ എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവന്റെ പേര്. 10ാം നാളിന് ശേഷം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ അത് പോലീസ് വിചാരിക്കുമ്പോൾ മാത്രം അത് പുറം ലോകം കണ്ടാൽ മതി എന്നുള്ളതായിരിക്കണം അവരുടെ ആലോചന. വേറൊരർത്ഥത്തിൽ നോക്കിയാൽ അതിലൊരു ശരിയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. നമ്മൾ ആ നിയന്ത്രണങ്ങളിൽ നിന്ന് പൂർണ്ണമായി സഹകരിക്കുകയാണ്. ഡ്രോൺ പറത്തരുത് എന്ന് പോലീസ് കർശനമായി നിർദ്ദേശിക്കുന്നു. ഒരു തരത്തിലും ഒരു നിമിഷം, ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കാണുന്നത് ആ ദൗത്യ മേഖലയിലെ ഇന്നത്തെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. അവിടെ മണ്ണ് നീക്കം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഏറ്റവും പുതിയ ആ ദൗത്യ മേഖലയുടെ കേന്ദ്രഭാഗമെന്ന് നമ്മൾ പറയുന്ന അതിൻ്റെ കോർ ഏരിയയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. അവിടെ ജോലി പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നാവികർക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നത് തന്നെയാണ്. അതിനനുകൂലമാകുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. അവിടുത്തെ നേരത്തെ ഹാഷ്മി അത് സൂചിപ്പിച്ചതുപോലെ ഒരുതരം റിസ്ക് അനാലിസിസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഈ പുഴയിലേക്ക് ആഴത്തിൽ ഈ നാവികർക്ക് ഇറങ്ങി മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധനയ്ക്ക് പറ്റുന്ന തരത്തിലേക്ക് പുഴയിലെ ഭൗതിക സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ഏതാണ്ട് 1 മണിക്കൂറായി നമുക്കവിടെ ഒരു ഹെവി റെയിൻ എന്നത് ഒരു പ്രതീതിയില്ല. 2 തവണയൊക്കെ മഴ പെയ്തെങ്കിലും അതിമാരകമായ മഴ അവിടെ പെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. കുറച്ച് വെളിച്ചമൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ക്ലൗഡിയാണ് എന്നാണ് കാലാവസ്ഥ റിപ്പോർട്ടൊക്കെ പറയുന്നത്. ഇതാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ആ ദൗത്യ മേഖലയിൽ നിന്നുള്ള.